מה זה? וואי, קפץ לי נשמה. וואו. אמא, זה לא נגמר אבל. ഇറാന്റെ മിസൈൽ പലസ്തീനിലെ ഇസ്രയേലിന്റെ അനധികൃത സെറ്റിൽമെന്റ് പ്രദേശത്ത് പതിച്ചു പുക ഉയരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഈ ദൃശ്യം ഇറാൻ അവരുടെ നയത്തിൽ വരുത്തിയിരിക്കുന്ന സ്ഫോടനാത്മകമായ മാറ്റത്തിന്റെ സൂചകമാണ്. ലോകമാകെ ശ്രദ്ധിച്ച ഇറാന്റെ ചരിത്രപരമായ നയം മാറ്റം എന്നും പറയാം. ഇസ്രയേലിന് തീർത്തും അപ്രതീക്ഷിതമായ അടി ഇറാൻ നൽകിയപ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. 1, ഹിസ്ബുള്ളയ്ക്കായി ഇറാൻ പതിവ് വിട്ട് നേരിട്ട് രംഗത്തിറങ്ങി. 2, ഹൂതികളെ രംഗത്തിറക്കി പ്രതിരോധ അച്ചുതണ്ട് കൂടുതൽ സജീവമാക്കി. 3, പലസ്തീനികൾക്ക് ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതായത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായ യുദ്ധത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് ഇറാൻ കടന്നുവെന്നാണ് അന്താരാഷ്ട്ര ജിയോ പൊളിറ്റിക്സ് വിദഗ്ധരും മറ്റും വിശകലനം ചെയ്യുന്നത്. ഒരു 3 സ്റ്റേജ് വാർ സ്ട്രാറ്റജിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇറാന് മുന്നിലുള്ളത് 4ാം ഘട്ടമാണ്. അതാണ് അതിനിർണായകം, അതാണ് അവസാനത്തെ കാർഡ്. ഇറാന്റെ ഈ പുതിയ നയവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. ആദ്യം ഇസ്രയേലിനെതിരായ ആക്രമണത്തിലൂടെ ഇറാൻ എങ്ങനെയാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്നത് നോക്കാം. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത്. നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ പ്രശ്നം വന്നതിന് ശേഷം ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രയേലിന്റെ ക്രൂരതകൾ അധികം വാർത്തയാകുന്നില്ല. വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ ഇസ്രയേൽ അനധികൃത കുടിയേറ്റങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല അനധികൃത കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര എതിർപ്പുകളെ പോലും മറികടന്ന് ഇസ്രയേൽ നിയമവിധേയമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഇത്താമർ എന്ന അനധികൃത സെറ്റിൽമെന്റ് പ്രദേശത്തേക്കാണ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇറാൻ ഒരു മിസൈൽ തൊടുത്തുവിട്ടത്. ഇതിലൂടെ ഇറാൻ കൃത്യമായ ചില രാഷ്ട്രീയ സന്ദേശങ്ങളാണ് നൽകുന്നത്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകളുടെ ഭൂമി പിടിച്ചെടുത്ത് ഇസ്രയേൽ നടത്തുന്ന അനധികൃത സെറ്റിൽമെന്റുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഇറാൻ നിരന്തരം ഉന്നയിക്കാറുണ്ട്, അന്താരാഷ്ട്ര വേദികളെല്ലാം പറയാറുണ്ട്. അത്തരം സെറ്റിൽമെന്റുകളെ ആക്രമിച്ചതിലൂടെ പലസ്തീനുകളുടെ മണ്ണ് കവർന്ന് ഇസ്രയേൽ പണിയുന്ന ഒരു കേന്ദ്രവും ഇനി സുരക്ഷിതമല്ല എന്നുള്ള സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇത്തരം കൂടുതൽ പ്രദേശങ്ങളെ ഇറാൻ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിലൂടെ പലസ്തീൻ പ്രതിരോധത്തിന് വലിയ മാനസിക പിന്തുണയും ഐക്യദാർഢ്യവുമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. പലസ്തീനുകളെ അടിച്ചമർത്തുന്ന ഇസ്രയേലിനെതിരായ അറബ് രാജ്യങ്ങളുടെ പ്രതികരണം വെറും നയതന്ത്ര തലത്തിൽ ഒതുങ്ങുമ്പോഴാണ് ഇറാൻ ഇങ്ങനെ നേരിട്ട് ഇറങ്ങുന്നത്. ഇത് പലസ്തീനികൾക്കിടയിലും മറ്റ് പശ്ചിമേഷ്യൻ ജനങ്ങൾക്കിടയിലും ഇറാന്റെ സ്വാധീനം കൂട്ടുന്നുണ്ട്. ലബനനിലെ ആക്രമണത്തിന്റെ മറവിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി സെറ്റിൽമെന്റുകൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ നെതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകൾക്ക് നേരെ തന്നെ മിസൈൽ അയച്ചതിലൂടെ ഇസ്രയേലിന്റെ നീക്കങ്ങൾ തടയാൻ പലസ്തീനികൾക്കായി നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ മടിയില്ല എന്നുള്ള വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ് ഇറാൻ നടത്തുന്നത് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇനി ഇറാന്റെ നയം മാറ്റത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ട്, അതായത് ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഗാസയിലെ ഹമാസ്, പിന്നെ ഇറാഖിലെയും സിറിയയിലെയും മിലിഷ്യകൾ, ഇവരിൽ ആരെയെങ്കിലും തൊട്ടാൽ തങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങും എന്നതാണ് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ ലോകത്തിന് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇറാൻ നേതാക്കൾ നടത്തിയ പ്രഖ്യാപനവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മുൻപൊക്കെ ഇസ്രയേൽ ലബനനിലോ സിറിയയിലോ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാറില്ലായിരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കായി മിസൈൽ അയക്കാൻ മടിയില്ലെന്ന് ഇറാൻ തെളിയിച്ചതോടെ ഇനി ഏതൊരു നീക്കത്തിന് മുമ്പും ഇസ്രയേലിന് ഇരുത്തി ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഖത്തർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ അബ്ദുള്ള ബന്ദർ അൽ ഇത്തേബെ പോലുള്ളവർ വിലയിരുത്തുന്നത്. ഇങ്ങനെയുള്ള സാമൂഹിക വിമർശകരും ഒപ്പം വിശകലന വിദഗ്ധരും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണവും. അതിനും വിവിധ തലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ നയം മാറ്റം ചരിത്രപരം എന്ന് എല്ലാവരും വിലയിരുത്തുന്നത്. ഇനി എങ്ങനെയാണ് തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ 3ാം ഘട്ടത്തിലേക്ക് ഇറാൻ കടന്നത് എന്നത് കൂടി പരിശോധിക്കാം. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങിയ ഇറാൻ ഹൂതികളെ കൂടി കളത്തിൽ ഇറക്കിയത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൂതികളാണെങ്കിൽ ഇസ്രയേലിലേക്ക് മിസൈൽ അയക്കുകയും ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇറാൻ യുദ്ധതന്ത്രങ്ങളുടെ 3ാം ഘട്ടം എന്നാണ് ജിയോ പൊളിറ്റിക്സ് വിദഗ്ധർ പറയുന്നത്. 1ാം ഘട്ടത്തിൽ ഇറാൻ ചെയ്തത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുകയായിരുന്നു. അമേരിക്കയുടെ സൈനിക അപ്രമാദിത്വത്തെ തങ്ങളുടെ മണ്ണിൽ നിന്ന് നേരിട്ട് പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു. അതാണ് 1ാം ഘട്ടത്തിലൂടെ ഇറാൻ ചെയ്തത്. 2ാം ഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടി യുദ്ധം സാമ്പത്തിക തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ആഗോളതലത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേൽ
കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനായി ഇറാൻ സ്വീകരിച്ച ഏറ്റവും മാരകമായ ആയുധമായിരുന്നു ഹോർമൂസ് കടലിടുക്കിന്റെ പൂട്ടൽ. ഈ പൂട്ടിലാണ് ട്രംപ് ആകെ പെട്ടുപോയിരിക്കുന്നത്. ഇതോടെയാണ് ട്രംപ് ചർച്ചയുടെ പാതയിലേക്ക് എത്തിയത്. മൂന്നാം ഘട്ടമാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രോക്സികൾക്കായി ഇറാൻ നേരിട്ട് രംഗത്തിറങ്ങിയ സ്ഫോടനാത്മകമായ ഘട്ടം. ഇനി എന്താണ് നാലാം ഘട്ടം? ഇറാന്റെ അടുത്ത തന്ത്രപ്രധാനമായ ആയുധം ചെങ്കടലിലെ ബാബ് അൽ മന്ദബ് കടലിടുക്കാണ്. അത് അടയ്ക്കുക എന്നതാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇതുവരെ ശാന്തരായിരുന്ന ഹൂതികളെ ഇറാൻ സജീവമാക്കിയത്, രംഗത്തിറക്കിയത്. കാരണം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കാണ് ബാബ് അൽ മന്ദബ്. നമുക്കറിയാം, ചെങ്കടലിലൂടെയുള്ള ഇസ്രയേൽ കപ്പലുകൾ തടയുന്നത് ആദ്യപടി മാത്രമാണെന്നും സംഘർഷം തുടർന്നാൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും നേരത്തെ പോലെ തടയുമെന്നും മറ്റ് കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നുമാണ് ഹൂതി നേതാക്കൾ റോയിറ്റേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. ഹോർമൂസിന് പുറമെ ബാബ് അൽ മന്ദബ് കൂടി അടച്ചാൽ ലോക വ്യാപാരത്തിന്റെ 12% യൂറോപ്പ്, ഏഷ്യ കപ്പൽപാത പൂർണ്ണമായും തകരും, അല്ലെങ്കിൽ അടയുന്നൊരവസ്ഥ വരും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത തെളിയും. അതാണ് സ്ഥിതി. നിലവിൽ ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് സൗദി അറേബ്യ തങ്ങളുടെ പ്രതിദിന അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 70%-ലധികവും ചെങ്കടലിലെ തുറമുഖമായ യാൻബു വഴിയാണ് നടത്തുന്നത്. ഇത് കാരണമാണ് ആഗോള എണ്ണവില വലിയ തോതിൽ ഉയരാതെ നിൽക്കുന്നത്. എന്നാൽ ഹൂതികൾ ചെങ്കടലിലെ ബാബ് അൽ മന്ദബ് കൂടി അടച്ചാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇസ്രയേൽ കപ്പലുകളെ തടയുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ച ഒറ്റ ദിവസം കൊണ്ട് എണ്ണവില $96 മുകളിലേക്ക് ഉയർന്നത് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. 2023 ഗാസ യുദ്ധസമയത്ത് ഇസ്രയേൽ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നു. അന്ന് പ്രമുഖ കപ്പൽ കമ്പനികൾ ചെങ്കടൽ ഉപേക്ഷിച്ച് ആഫ്രിക്കൻ വൻകര ചുറ്റിയുള്ള വലിയ ദൂരമുള്ളതും വലിയ ചിലവേറിയതുമായ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നിരുന്നു. ഹൂതികളെ അതുകൊണ്ട് തന്നെ അത്ര അങ്ങ് ചെറുതായി കാണാൻ കഴിയില്ല. അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഹൂതികളെ ഇതുവരെ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ വെടിനിർത്തൽ നടപ്പാക്കി തടിയൂരുകയായിരുന്നു. 1990കളിൽ വടക്കൻ യമനിൽ രൂപം കൊണ്ട സൈനിക രാഷ്ട്രീയ മത പ്രസ്ഥാനമാണ് ഹൂതികൾ, അഥവാ ദൈവത്തിൻ്റെ സഹായികൾ എന്ന് അർത്ഥം വരുന്ന അൻസാർ അല്ലാഹ്. ഷിയ ഇസ്ലാമിലെ സൈദി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹൂതികൾ. 2011 അറബ് വസന്തത്തിന് ശേഷമാണ് ഇവർ ഇറാനുമായുള്ള ബന്ധം സജീവമാക്കിയത്. പിന്നീട് ഇറാന്റെ രഹസ്യമായ സഹായത്തോടെ 2014 യമന്റെ തലസ്ഥാനമായ സന ഹൂതികൾ പിടിച്ചെടുത്തു. ഇതോടെയാണ് ഹൂതികളെ ലോകരാജ്യങ്ങൾ ഗൗരവത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിയത്, ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്ന് പറയാം. അതുവരെ ഒരു പ്രാദേശിക സായുധ ഗ്രൂപ്പ് മാത്രമായിട്ടാണ് ഹൂതികളെ എല്ലാവരും കണ്ടിരുന്നത്. സന പിടിച്ചെടുത്തതോടെ ഇറാൻ ഹൂതികളെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു. തുടർന്ന് സന തിരിച്ചുപിടിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് സഖ്യസേന സൈനിക ഇടപെടൽ നടത്തി. പക്ഷേ ഹൂതികളെ ഒതുക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞില്ല. ഒടുവിൽ 2022 ഹൂതികളുമായി സൗദിയും അറബ് സഖ്യസേനയും സമാധാന കരാറിൽ ഏർപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ഭീഷണിയെ കുറച്ചു കാണാൻ കഴിയില്ല. അത് വ്യക്തമായി അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഒക്കെ അറിയാം. ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ ഹൂതികൾ ഏറെക്കുറെ സൈലന്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ അത് ഇറാന്റെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക. ഇറാൻ ഹൂതികളെ ഒരു റിസർവ് ഫോഴ്സാക്കി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാം. തങ്ങളുടെ യുദ്ധതന്ത്രത്തിന്റെ 4ാം ഘട്ടം അടുത്തെത്തിയതോടെയാണ് ഇറാൻ ഹൂതികളെ രംഗത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ലെബനനിലെ ഹിസ്ബുള്ളയോ ഗാസയിലെ ഹമാസോ പോലെ ഇസ്രയേലിന്റെ തൊട്ടടുത്തല്ല യമൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സൈനിക യുദ്ധത്തെക്കാൾ ഇസ്രയേലിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയും സാമ്പത്തികമായി തകർക്കുക എന്നതാണ് ഹൂതികൾക്ക് ഇറാൻ നൽകിയിട്ടുള്ള ചുമതല. അതായത് എല്ലാ കാർഡുകളെയും ഒരുമിച്ച് ഇറക്കാതെ ഓരോ കാർഡായി ഇറക്കി കളിക്കുകയാണ് ഇറാൻ എന്ന് പറയാം. എന്തായാലും അതീവ പ്രഹരശേഷിയുള്ള ഹൂതികൾ സജീവമായതിനെ ട്രംപ് വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദവും കൂടിയത്. എന്തായാലും ഇറാന്റെ യുദ്ധതന്ത്രങ്ങളിൽപ്പെട്ട് ഉലയുകയാണ് ട്രംപ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഹൂതികൾ കൂടി രംഗത്തിറങ്ങിയതോടെ ഇസ്രയേലിനെ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് 3 ഭാഗത്ത് നിന്ന് വളഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്താം. എന്ന് വെച്ചാൽ ഇസ്രയേലിന്റെ നേരെ ഒരു മൾട്ടി ഫ്രണ്ട് യുദ്ധമുഖം തന്നെ ഇറാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ വടക്ക് ലബനാനിലെ ഹിസ്ബുള്ള, കിഴക്ക് ഇറാൻ, തെക്ക് നിന്ന് യമനിലെ ഹൂതികൾ. ഈ അപകടം തിരിച്ചറിഞ്ഞ് തന്നെയാണ് ട്രംപ് സമാധാന ചർച്ചകൾ ഇപ്പോൾ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഹോർമൂസ് തുറക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപിന് മുന്നിലുള്ളത്. ബാക്കിയെല്ലാം പിന്നെ ആകാം എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചന.
ഇതെല്ലാം ഇറാന്റെ യുദ്ധതന്ത്രങ്ങളുടെ കൃത്യമായ പ്രയോഗത്തിന്റെ ഫലമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.